അനക്ക് ജനിച്ചപ്പോ തൊട്ടില്ലേ ലോങ് ഹെയർ ഉണ്ട്, അതിനൊന്ന് കട്ടാക്കിയിട്ട് പോലും ഉണ്ടായില്ല. മറ്റേ കൊടി കട്ടാക്കുന്നല്ലാണ്ട് ഇതുവരെ ഒരു ഹെയർ കട്ട് ഇതുവരെ ചേഞ്ച് ആക്കിയിട്ടുണ്ടായില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു അതിനൊരു ഇത് വേണ്ടേ, ഒരു ചേഞ്ച് വേണ്ടേ, എപ്പോഴും ഇങ്ങനെ നടന്നാൽ മതിയാ. അങ്ങനെ ഞാൻ ഇന്നൊരു സലൂണിൽ പോയി, റിഗാലുള്ള സ്കൈ സ്റ്റാർ സലൂണിൽ പോയി ഒരു ഹെയർ കട്ടിങ്ങും പിന്നെ കളറിങ്ങും ചെയ്യാം. ഈ ഇച്ചാണ് അടുത്ത മുടി കട്ടാക്കുന്ന ആള്, നല്ല ചെയ്യല് പ്രൊഫഷണൽ ആയിട്ട് നല്ല ചെയ്യല് മുടി കട്ടാക്കിയിട്ട് തരുന്ന ഇവര്. അപ്പൊ ഞങ്ങൾക്ക് ഫസ്റ്റ് തന്നെ മുടി കട്ടാക്കുന്നോണ്ട് ഫസ്റ്റ് ആയിട്ടല്ല ചെറുതായിട്ട് കട്ടാക്കുന്ന, അപ്പൊ അതിന്റെ കുറച്ച് ടെൻഷൻ ഉണ്ടായി ഞങ്ങൾക്ക്, എന്താ എങ്ങനെ ഉണ്ടാവും അറിയാൻ. അതിന്റെ ഇടയിൽ ഈ ഇച്ചാന്റെ തല പിടിച്ചിട്ട് ഇങ്ങനെ താത്തുന്നു ഓരോരിക്കോ. അങ്ങനെ എന്റെ ഹെയർ ഓർ കട്ടാക്കിയിട്ട് കളർ ചൂസ് ചെയ്യാൻ പറഞ്ഞു എന്നോട്. ഞാനൊരു ലൈറ്റ് ബ്ലോണ്ട് ആണ് ചൂസ് ആക്കിയത്. ഈ ഹെയർ വാഷ് ആക്കുന്നതിന്റെ അടുത്ത് തന്നെ ഒരു ബോഡി മസാജിങ് സീറ്റും കൂടി ഉണ്ട്. അപ്പൊ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഓരോ കലാപരിപാടി തുടങ്ങി, ഞാൻ എന്റെ കലാപരിപാടി തുടങ്ങി. അപ്പൊ ഇവിടെ ഞാൻ ചൂസ് ആക്കിയത് ഹെയർ കളറിങ് മാത്രമല്ല, ഫസ്റ്റ് അവർ എനിക്ക് ഹെയർ കളറിംഗ് ആണ് ഇട്ടുന്നത്. അപ്പൊ ഇതാണ് എന്റെ കളർ വരുന്നത്. ഞാൻ ഹെയർ കളർ മാത്രമല്ല ചെയ്തത്, അതൊരു സെലോഫിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് ഞാൻ ചെയ്തത്. അതായത് കെരാറ്റിനും ബോട്ടോക്സും പ്രോട്ടീനും അങ്ങനെ എല്ലാം മിക്സ് ആയിട്ടുള്ള ഒരു കോംബോ ട്രീറ്റ്മെന്റ് ആണ് ഇത്. അങ്ങനെ ഫസ്റ്റ് ഹെയർ കളർ ചെയ്തിട്ട് പിന്നെ അഗെയിൻ വാഷ് ചെയ്തിട്ട് കുറച്ച് കഴിയുമ്പോൾ ഓരോരോ ട്രീറ്റ്മെന്റ് ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഈ പ്രോസസ്സിന് നല്ല ടൈം പിടിച്ചിന്, ഒരു 4-5 മണിക്കൂർ പിടിച്ചിന്. ഈ സെലോഫിൻ ട്രീറ്റ്മെന്റ് എടുത്താലുള്ള ബെനിഫിറ്റ് എന്തെന്ന് വെച്ചാൽ 3 months നമുക്ക് അവർ ഹെയർ വാഷ് ചെയ്ത് തരും, ഫ്രീ ആയിട്ട് ഹെയർ വാഷ് ഉണ്ട്, പിന്നെ ഹെയർ സ്പാ ചെയ്ത് തരും, ഹെയർ മാസ്ക് ഉണ്ട് ഫ്രീ ആയിട്ട്, ബാക്കിയുള്ള ടച്ചപ്പും കാര്യങ്ങളെല്ലാം അവർ ഫ്രീ ആയിട്ട് 3 months വരെ ചെയ്തു തരും. ദാറ്റ് മീൻസ് 3 months നമുക്ക് ഫ്രീ കുളി. അപ്പൊ നമുക്ക് ആ പണിയും ലാഭമായി 3 months. അപ്പൊ അത്രേ ഉള്ളൂ. ഇനി കുറച്ച് ഷോ ഓഫ് കാണാൻ.